ഈസി ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് 1 ഗ്ലാസ് ഇഡ്ഡലി റൈസ്, 1/2 ഗ്ലാസ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ എന്നിവയാണ്. ഇവയെല്ലാം നല്ലതുപോലെ കഴുകി 2-3 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ 2-3 മണിക്കൂറായിട്ടുണ്ട്. അതിനുശേഷം ആദ്യം അരയ്ക്കേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അരിയാണ്. അരിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കേണ്ട, ഒരു ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കുക. അരിയും ഉഴുന്നും നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് ചോറും കൂടി ചേർക്കുക. ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉഴുന്ന് മുന്നേ നിൽക്കുക. എന്നാൽ മാത്രമേ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ അരച്ചെടുത്ത മാവ് ഏകദേശം 5 മിനിറ്റെങ്കിലും നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതിനുശേഷം 8-10 മണിക്കൂറെങ്കിലും മാവ് പുളിക്കാനായിട്ട് അനുവദിക്കുക. ഒരുപാട് പുളിച്ചു പോവുകയും ചെയ്യരുത്, എന്നാൽ തീരെ പുളിക്കാതിരിക്കുകയും ചെയ്യരുത്.